കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങളിടയിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മ ചൈതന്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെ ആത്മാവിനെയും അവിടുത്തെ ചൈതന്യം ഉണർത്തട്ടെ. അതുവഴിയായി ഈ വിശുദ്ധ വചനങ്ങൾ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കാരണമാകട്ടെ. ഓ പരിശുദ്ധ അമ്മേ, ഈ നിമിഷങ്ങളിൽ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ഫലമേകുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് യാചിക്കണമേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിവിധ രോഗങ്ങളാൽ, വിവിധ അസുഖങ്ങളാൽ പലപ്പോഴും നാം കഷ്ടപ്പെടാറുണ്ട്. ഇന്നത്തെ വചനചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ സൗഖ്യദായകനായ ഈശോയെ വിവിധ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങളിലൂടെ നാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ക്രിസ്തു സൗഖ്യദായകനാണ്. ഈ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ച് കടന്നുപോയവനാണ്. ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ സൗഖ്യദായകനായ ക്രിസ്തുവിനെ, ആ ഈശോയെ വചനത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സുഖപ്പെടുത്തുന്നവൻ എന്ന് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാണ്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കർത്താവിന് നിന്നെ സുഖപ്പെടുത്തുവാൻ ഏതെങ്കിലും രീതിയിലുള്ള ശൈലികളുണ്ടോ, മാർഗങ്ങളുണ്ടോ? ക്രിസ്തുവിൻ്റെ ഈ 7 തരത്തിലുള്ള സൗഖ്യപ്പെടുത്തുന്ന രീതികളെ നമുക്കൊന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് മനസ്സിലാക്കാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം ഇപ്രകാരം നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ്: വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈകൾ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. കർത്താവ് രോഗികളെ സുഖപ്പെടുന്നതിൽ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് തൻ്റെ കൈകൾ വെച്ച് സുഖപ്പെടുത്തുന്ന രീതിയാണ്. അവിടുന്ന് കൈകൾ വെച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാഭിഷേകം. എഫെസസിലെ ജനതകളിടയിലേക്ക് പൗലോസ് കടന്നു ചെല്ലുന്നുണ്ട്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരാളെ അറിയത്ത് പോലുമില്ല. ഈ നിമിഷം പൗലോസും യോഹന്നാനും അവരുടെ ശിരസിൽ കൈകൾ വയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നുണ്ട് പരിശുദ്ധാത്മ ശക്തി. ഈശോ തൻ്റെ അടുക്കിലേക്ക് വരുന്ന കുട്ടികളെ കൈകൾ വെച്ച് ശിരസിൽ വെച്ച് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. ഒരു മാർഗമാണ് കർത്താവ് സുഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലി, വേറിട്ട ശൈലി. ഇന്ന് നമ്മൾ കുടുംബങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ മാർഗമൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. നമുക്കെങ്ങനെയാണ് മറ്റൊരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ സാധിക്കുക, സുഖപ്പെടുത്താൻ സാധിക്കുക? നിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്നിലൂടെ തമ്പുരാന് അനേകരെ കൈകൾ വെച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി അവരുടെ ശിരസിൽ കൈകൾ വെച്ച് നീ ഒന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് ലഭിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നിന്നിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാത്തിൻ്റെയും യാക്കൂബിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുളി ചെയ്ത ആ തമ്പുരാൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ വചനങ്ങളിലൂടെ ഈ വ്യക്തികൾക്ക് ലഭിക്കുകയാണ്. നിന്റെ ശിരസിലൂടെ മറ്റുള്ളവർക്ക് അഭിഷേകം ലഭിക്കുവാൻ, അനുഗ്രഹം ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ നിന്നിൽ ഉണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുണ്ടെങ്കിൽ നിന്നിലൂടെ ആർക്കും എവിടെയും ഏത് നിമിഷവും ഈ സൗഖ്യവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്തത്. തിടുക്കത്ത് യാത്ര പുറപ്പെട്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഈ എലിസബത്തിനെ കണ്ടുമുട്ടുന്ന നിമിഷം ആ എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ശിശു കുതിച്ചു ചാടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ ആ ആത്മീയ ചൈതന്യം അഭിഷേകത്തോടെ ജ്വലിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം, സാമീപ്യം പോലും അഭിഷേകത്തിലേക്ക് വഴി തുറക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ മറ്റൊരാളുടെ ശിരസ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സൗഖ്യം ലഭിക്കും. ആ ഈശോയുടെ ഈ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, സാധിക്കുമെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി അവർ നമ്മുടെ അടുക്കൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കും. നിന്നിലൂടെ തമ്പുരാൻ ആ വ്യക്തിയെ സുഖപ്പെടുത്തും. ഇനി അതിനൊന്നും സാധിച്ചില്ലെങ്കിലും നിൻ്റെ കുടുംബത്തിൽ ഭർത്താവെന്ന രീതിയിൽ നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വിഷയം നമ്മൾ ചിന്തിക്കാം, ഞാൻ അയോഗ്യനാണ്, മറ്റുള്ളവർ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. അങ്ങനെയുള്ള ബോധ്യങ്ങളാണ് നിനക്കുള്ളതെന്നുണ്ടെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിൻ്റെ കുടുംബത്തിൽ ഒരപ്പൻ എന്ന നിലയിൽ നിൻ്റെ മകനെ നിനക്ക് അനുഗ്രഹിക്കാം, അമ്മ എന്ന നിലയിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ നിനക്ക് അനുഗ്രഹിക്കാം, ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയെ നിനക്ക് അനുഗ്രഹിക്കാം. പക്ഷേ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നീ അപ്രകാരം ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഞാനായിരുന്ന ഇടവകയിൽ ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വരികയാണ്. 4 കുട്ടികളുണ്ട്. 2 കുട്ടികൾക്ക് ഓട്ടിസമാണ്. അച്ഛൻ ഒത്തിരിയേറെ വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ നോക്കുവാൻ. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അടുത്ത 7 വെള്ളിയാഴ്ചകളിൽ ഈ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? അവരുടെ വെള്ളിയാഴ്ചകളിൽ ശുശ്രൂഷകളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ വരാം. അപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ യാചിച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ 21 ദിവസം പ്രാർത്ഥിക്കുക, 7 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അവർ പോയി. 7ാമത്തെ വെള്ളിയാഴ്ചയിൽ അവർ ആ ദേവാലയത്തിൽ വരികയാണ്. ആ അവസരത്തിൽ അവർ പങ്കുവെച്ച വലിയൊരു സത്യമുണ്ട്. തങ്ങളുടെ കുഞ്ഞിൻ്റെ, മൂത്ത കുഞ്ഞിൻ്റെ ഓട്ടിസം കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. 2ാമത്തെ കുഞ്ഞിൻ്റെ ഓട്ടിസം ഏകദേശം 90% മാറിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരുന്നോ? അവർ പറഞ്ഞു, അതേ അച്ഛ, ഞങ്ങൾ വെള്ളിയാഴ്ചകളിലൂടെ വരുമായിരുന്നു. അപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടില്ലേ, സാധിക്കുന്നിടത്തോളം വരുന്ന ദിവസങ്ങളിൽ വൈദികരുടെ അടുത്ത് ചെല്ലണം, അവർ തലയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കും, അത് ചോദിച്ച് മേടിക്കണമെന്നൊക്കെ. ഞങ്ങളത് ചെയ്യുമായിരുന്നു. ശരിയാണ് പ്രിയമുള്ളവരെ, അവർ വന്ന് ആ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന വൈദ്യരുടെ അടുത്ത് ചെന്ന് എപ്പോഴും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുചെന്നിട്ട് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. ഇതിലൂടെ ഞാൻ കണ്ടൊരു സത്യമുണ്ട്. ക്രിസ്തു ശിശുക്കളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിച്ചു. രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അനുഗ്രഹം ലഭിച്ചു. ഇവർ സാധിക്കുന്നിടത്തോളം പോയ ദേവാലയങ്ങളിലെല്ലാം വൈദ്യരുടെ അടുക്കൽ ചെന്ന് ശിരസുകൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വൈദികർ മടി കൂടാതെ പ്രാർത്ഥിച്ചു. എൻ്റെ അടുക്കലും വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ബോധ്യം അന്ന് ലഭിച്ചത്, പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹം, അഭിഷേകം ഓരോ വൈദികനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കും. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ ആ അഭിഷേകം ആ വ്യക്തിക്കുണ്ട്. കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. നമുക്കറിയാം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടിസം പോലെയുള്ള മാറാരോഗങ്ങൾ മാറുമോ എന്ന്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, നിരന്തരം ദൈവജനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 7ഓളം വെള്ളിയാഴ്ചകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടത് മാറാൻ കാരണം ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ അഭിഷിക്തരുടെ പ്രാർത്ഥന. അവർ ഞങ്ങളുടെ മക്കളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുള്ള മാറ്റങ്ങൾ വിവിധ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടതാ, ദർശിച്ചതാ. വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ചൈതന്യം ഞങ്ങളുടെ കുട്ടികളുണ്ടായിരുന്നു. മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ജോലി എനിക്ക് ലഭിച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തിയവർ അവിടെ. പ്രിയമുള്ളവരെ,
കൈകൾ വെച്ച് സുഖപ്പെടുത്തുന്ന കർത്താവിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മ ചൈതന്യത്തിലൂടെ നീ പ്രാർത്ഥിക്കുക. നമ്മിലൂടെ തമ്പുരാൻ അനേകരെ സുഖപ്പെടുത്തും. മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഈശോ ആജ്ഞാപിക്കുകയാണ്, കമാൻഡ് ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബെത്സൈദ കുളക്കരയിൽ 38 വർഷം തളർവാത രോഗിയെ കിടന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലുകയാണ്. ഈ തളർവാത രോഗിയോട് കർത്താവ് പറയുന്ന വചനം നമുക്കൊന്ന് ശ്രവിക്കാം. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഈശോ ആജ്ഞാപിക്കുകയാണ്, കിടക്കയുമെടുത്ത് എഴുന്നേറ്റ് നടക്കുക. ഈശോ ആജ്ഞാപിച്ചുകൊണ്ട് പലപ്പോഴും കമാൻഡ് ചെയ്തുകൊണ്ട് പിശാചുകളെ പോലും അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. ഈ കമാൻഡിങ് പവർ, ഈ ആജ്ഞാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. നാട്ടുകാർ പറയുന്നില്ലേ, നീ പിശാചുകളെ പുറത്താക്കുന്നത് ബെൽസേബിലിനെ കൊണ്ടാണ്, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്? പിശാചുക്കളെ തന്നെ പുറത്താക്കുകയെന്നോ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രാജ്യത്തിന് എങ്ങനെ നിലനിൽപ്പുണ്ടാവും? ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവകരത്താലാണ്. ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് ദൈവകരത്താലാണ്. പ്രിയമുള്ളവരെ, ദൈവകരം അത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ ചോദിച്ചത്. നീ ബെൽസേബിളിനെ കൊണ്ടാണല്ലോ പിശാചുകളെ പുറത്താക്കുന്നത്. ക്രിസ്തു ജനിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവകരത്താലാണ് അവൻ പിശാചുകളെ പുറത്താക്കിയത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൻ്റെ മേലുണ്ടെങ്കിൽ, നാം ചെയ്യുന്ന ജോലികളുടെ മേലുണ്ടെങ്കിൽ, ബിസിനസ്സുകളുടെ മേലുണ്ടെങ്കിൽ, നമ്മുടെ രോഗങ്ങളുടെ മേലുണ്ടെങ്കിൽ അവിടെ അഭിഷേകം ഉണ്ടാവും. നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവിനെ. ദുഷ്ടരായ നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ അറിയാമെങ്കിൽ എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകുകയില്ല. ചോദിക്കണം. ഈ ദിനത്തിൽ നാം ചോദിക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ, ആജ്ഞാപിച്ചുകൊണ്ട് സുഖപ്പെടുത്തുമ്പോൾ അവരിലുള്ള തിന്മയുടെ ശക്തികൾ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകാൻ സാധിച്ചത് അവനിലുള്ള അഭിഷേകമാണ്. ചില സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും ചില ബന്ധനങ്ങൾ, അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോഴായിരിക്കാം, രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കാം, ജോലി ചെയ്യുന്ന അവസരങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കാം. ഈ സമയത്തൊക്കെ സാധിക്കുമെങ്കിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നോക്കി. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലല്ലാതെ ആർക്കും ക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കാൻ സാധ്യമല്ല. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ബന്ധനങ്ങൾ ഇറങ്ങിപ്പോകും. ആ സമയം സംഭവിക്കുക, പരിശുദ്ധാത്മ ശക്തി നമ്മളിലുള്ള അന്ധകാര ശക്തികളെ ആജ്ഞാപിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നമ്മളിലുള്ള പൈശാചിക പീഡകളെ അവിടുന്ന് ശാസിക്കുകയാണ്. ഈ ആത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ കരം നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും ഈ ക്രിസ്തുവിനെ പോലെ ആജ്ഞാപിക്കാൻ സാധിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോ. ഞാൻ ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിലൊന്ന് കൽപ്പിച്ചു നോക്കിയേ, അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒരു പക്ഷേ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോഴായിരിക്കാം. ഒന്ന് പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ യാത്ര ചെയ്യുകയാണ്, ഞാൻ കൽപ്പിക്കുകയാണ്, എനിക്ക് തടസ്സമായിട്ടുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ എൻ്റെ മുന്നിൽ നിന്നും, എൻ്റെ വാഹനത്തിൽ നിന്നും വിട്ടുപോട്ടെ. ഇതാ, നീ ഭക്ഷണം കഴിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ചേ. നീ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് നോക്കിയേ, ഈ രോഗപീഠ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകും. മറ്റൊരു ശൈലിയാണ് യേശു വചനത്താൽ സൗഖ്യപ്പെടുത്തുകയാണ്. ഈശോ കൈകൾ വെച്ച് സുഖപ്പെടുത്തി, ഈശോ ആജ്ഞാപിച്ചുകൊണ്ട് പൈശാചിക പീഡകളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ആജ്ഞാപിക്കുന്ന ഈശോയുടെ ശൈലി. മറ്റൊന്നാണ് വചനത്താൽ അവിടുന്ന് സുഖപ്പെടുത്തുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, മരുന്നോ ലേപന ഔഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. നമുക്കറിയാം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചേറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവിടുന്ന് വചനമയച്ചാണ് സുഖപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 49 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 49 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ് വചനം പറയുക. അപ്പോൾ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. വചനം വിശ്വസിച്ച് രാജസേവകൻ കടന്നു പോകുമ്പോൾ അവൻ്റെ മകൻ ആ സമയം തന്നെ സൗഖ്യം പ്രാപിക്കുകയാണ്. വചനം നാം വിശ്വസിക്കണം. കാരണം വചനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ കർത്താവിലാണ്. അവിടുത്തെ വചനം അയച്ച് എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വചനം തീർച്ചയായിട്ടും നമ്മളെ സുഖപ്പെടുത്തും. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെന്ന് പുതിയൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റും. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വചനം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ആ നിമിഷം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ജെറമിയ 30:17 പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ഈ വചനങ്ങളൊക്കെ ഒരു നിമിഷം ഒന്ന് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചേ. പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ പറയുന്നില്ലേ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ചിലപ്പോൾ നമ്മൾ 1000 പ്രാവശ്യം വചനം എഴുതുന്നുണ്ടാവാം, വചനങ്ങൾ ഒരുപക്ഷെ 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അതിനെല്ലാം ഫലമുണ്ട്. വചനം ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് അത് കൂട്ടിയോജിപ്പിക്കുന്നത്. ഈ വചനത്തിൻ്റെ ശക്തി ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുകയോ വിളിച്ചപേക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ സുഖപ്പെടുത്തും. മറ്റൊന്നാണ് ക്രിസ്തുവിൻ്റെ ശൈലിയാണ്, ചില മാർഗങ്ങൾ തമ്പുരാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫെയ്ത്ത് ട്രിഗേഴ്സ് എന്ന് പറയും. ചില മാർഗങ്ങൾ, ചില ചാലകങ്ങൾ കർത്താവ് ഉപയോഗിക്കുകയാണ്. അന്ധൻ്റെ മുഖത്ത് ചെളി തേച്ച് വെക്കുകയാണ്. അതൊരു ശൈലിയാണ്. ഒരുപക്ഷെ എത്രയേറെ സമയമെടുത്തിട്ടായിരിക്കും കർത്താവ് സുഖപ്പെടുത്തിയത്. പക്ഷേ ആ അന്ധൻ്റെ മുഖത്ത് തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കുന്ന രീതി അതൊരു മാർഗമാണ്. ഒരുപക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട്. നീ വൈദ്യനെ സമീപിക്കണം. വൈദ്യനെ ഞാനാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള അറിവും വിവേകവും അഭിഷേകവും എല്ലാം തമ്പുരാനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടോ വൈദ്യന്മാരെ സമീപിക്കുന്നത് കൊണ്ടോ യാതൊരു തെറ്റുമില്ല. അവരിലൂടെ ദൈവത്തിൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത്. വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടറുണ്ട്, ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എൻ്റെ കരങ്ങളിലൂടെ ക്രിസ്തുവാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലും, വിശുദ്ധ കുർബാനയ്ക്ക് പോകും, അങ്ങനെയൊക്കെ ഒരുങ്ങി വന്നിട്ടാണ് ഈ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഡോക്ടേഴ്സിലൂടെ എല്ലാം തമ്പുരാൻ പ്രവർത്തിക്കും. അവരിലൂടെ തമ്പുരാൻ്റെ ശക്തമായ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരും. നീ ഒരുപക്ഷെ ഡോക്ടറാകാം, ഒരുപക്ഷെ നേഴ്സാകാം. നീ രോഗികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നീ രോഗികളെ ശുശ്രൂഷിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗിക്ക് ഞാൻ ഈ മരുന്ന് കൊടുക്കുമ്പോൾ സുഖപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ എത്രയും വേഗം നീ അവരെ സുഖപ്പെടുത്തണമേ. തമ്പുരാൻ പ്രവർത്തിക്കും. അങ്ങനെ പല വ്യക്തികളെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. തമ്പുരാൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. മറ്റൊരു രീതിയാണ് അറിവിൻ്റെ വരം ഉപയോഗിച്ച് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 25-ാം വാക്യം. അവിടെ നമ്മൾ കാണുകയാണ്, ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ആ വ്യക്തിയിലുണ്ടായിരുന്ന പൈശാചിക പീഡ മൂകനാണ്, ഊമനാണെന്ന് എങ്ങനെ കർത്താവിന് മനസ്സിലായത്? അത് അറിവിൻ്റെ വരം ഉപയോഗിച്ചാണ്.
ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുന്ന തമ്പുരാൻ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. അതിനാൽ ആസന്ന മരണനായി അവശേഷിക്കുന്നവനെ ഉത്തേജിപ്പിക്കുക. ഒരുവൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവനറിയാം. എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് നിങ്ങളെ വ്യക്തിപരമായിട്ട് അറിയാം. പലപ്പോഴും ക്രിസ്തു ശാസിക്കുന്നുണ്ട്, നിങ്ങളിൽ ദൈവ സ്നേഹമില്ലെന്നാണ് അവൻ പറയുന്നത്. നമ്മളെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന തമ്പുരാൻ ഇപ്പം നമ്മൾ ഏത് സാഹചര്യങ്ങളിലായാലും ഏത് സ്ഥലങ്ങളിലായാലും ഇപ്പോൾ നമ്മുടെ അവസ്ഥ അറിയാം. നീ അനുഭവിക്കുന്ന രോഗാവസ്ഥ മൂലം മാനസികമായിട്ട് ഒത്തിരിയേറെ സംഘർഷം അനുഭവിക്കുന്ന വ്യക്തിയാണോ, തളർന്നിരിക്കുന്ന വ്യക്തിയാണോ, നീ ഭയപ്പെടേണ്ട. യേശയ്യാ 41:10 അവിടുന്ന് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നു. നിന്റെ ദൈവവും കർത്താവുമായി ഞാനാണ് നിന്നോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈ കർത്താവിന് നിന്നെ അറിയാം. ഒരുപക്ഷെ നീ രോഗക്കിടക്കയിലായിരിക്കാം, വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ ഡോക്ടേഴ്സിനെ ഇന്ന് കാണാനായിട്ട് നീ പോകുമായിരിക്കാം. നീ ഭയപ്പെടേണ്ട, നിന്റെ തമ്പുരാനെ ഒന്ന് വിളിച്ചപേക്ഷിക്ക്. അവന് നിന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഊമനും ബധിരനുമായ പിശാചിനെ ആജ്ഞാപിച്ച് പുറത്താക്കുമ്പോൾ തമ്പുരാൻ ഇന്ന് നമ്മളിലുള്ള രോഗപീഠകളെ ശാസിച്ച് പുറത്താക്കുന്നുണ്ട്. കാരണം നിന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവനാണ് അവിടുന്ന്. മറ്റൊരു ശൈലിയെ തമ്പുരാൻ ഉപയോഗിക്കുക സമയമെടുത്താണ്. ചില രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നത് സമയമെടുത്താണ്. ഒരുപക്ഷെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുക്കാം. ഒരുപക്ഷെ നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില രോഗങ്ങൾ സൗഖ്യപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊന്നും സൗഖ്യം ലഭിക്കുന്നില്ല. പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നില്ല, തമ്പുരാനെ ഇതാ എന്നിലൊരു മുള്ള്, പറ്റുന്നില്ല, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ പലപ്പോഴും തിന്മയാണ് ഞാൻ ചെയ്തു പോവുക. കർത്താവ് പറയാണ്, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുക, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. ചില രോഗങ്ങൾ സൗഖ്യപ്പെടുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ചില മാർഗങ്ങളെടുത്ത് എങ്ങനെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22-26 വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ, അത് വളരെ മനോഹരമായിട്ടാണ് കർത്താവിൻ്റെ ഈ ശൈലിയെ നമുക്ക് മനസ്സിലാക്കി തരിക. മർക്കോസിൻ്റെ സുവിശേഷം 8:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് അവൻ ബെത്സയിദയിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ച് അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയക്കുകയാണ്. ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുവരിക, ചെളി തേക്കുക, ഒത്തിരിയേറെ സമയമെടുത്താണ് കർത്താവ് അവനെ സുഖപ്പെടുത്തുന്നത്. ഒരുപക്ഷെ 1 മണിക്കൂറോളം സമയമെടുത്തിട്ടുണ്ടാവും. കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ സൗഖ്യം കിട്ടണം. ശതാധിപൻ പറഞ്ഞില്ലേ, തമ്പുരാനെ അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ വെച്ച് ഈ ഇസ്രായേൽ ജനതയിൽ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇത്ര മനോഹരമായ ആഴത്തിലുള്ള ബോധ്യപ്പെട്ടൊരു വിശ്വാസമാണ് ശതാധിപനുണ്ടായിരുന്നത്. നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു നിമിഷം നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നീ ഉത്തരം കൊടുക്കുകയാണ്, എനിക്ക് സുഖം പ്രാപിക്കണം, കർത്താവിന് വേണം നിന്നെ സുഖപ്പെടുത്താം. പക്ഷേ നിൻ്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധീകരണം തമ്പുരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നീ കുറച്ച് നാൾ കൂടി ആ സഹനം ഏറ്റെടുക്കണം. ഒരുപക്ഷെ നിൻ്റെ സഹനമായിരിക്കാം, രോഗാവസ്ഥയിലൂടെ നീ കടന്നു പോകുന്ന വേദനയായിരിക്കാം നിൻ്റെ കുടുംബത്തിന് അഭിഷേകമായിട്ട് മാറുക. പലപ്പോഴും അച്ഛൻ കണ്ടിട്ടുണ്ട്, പല വ്യക്തികൾ ഇങ്ങനെയുള്ള യാചനകളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, പക്ഷെ അവർക്കെല്ലാവർക്കും അപ്പം തന്നെ സൗഖ്യം കിട്ടണമെന്ന രീതിയിലാണ്. പക്ഷെ പിന്നീട് കാണുന്നൊരു കാഴ്ച, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലെ ഓരോരോ കെട്ടുകൾ മാറ്റപ്പെടുകയാണ്, വിടുതൽ ലഭിക്കുകയാണ്, അവർക്ക് കൂടുതൽ അഭിഷേകം കിട്ടുകയാണ്, ഈ രോഗാവസ്ഥയെ പോലും അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. കർത്താവിന് സമയം കൊടുക്കുക. 38 വർഷം തളർവാദ രോഗിയായ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നില്ലേ? ആ 38 വർഷം അവൻ കിടപ്പിലാണെന്ന് ക്രിസ്തു അറിഞ്ഞിരുന്നു. കാരണം ചെറുപ്പകാലം മുതലേ ക്രിസ്തു കണ്ടൊരു വ്യക്തിയാണ് അവൻ. ജെറുസലേമിലുള്ള ബെത്സയിദ കുളം,
ക്രിസ്തുവിൻ്റെ അമ്മ വീട്ടിൽ പോകുമ്പോഴൊക്കെ അവിടെ പോകുമായിരുന്നു. ആ ബെത്സേദ കുളം അവൻ കാണുമായിരുന്നു. ആ അവസരത്തിലേക്ക് ഒരുപക്ഷെ അവൻ ചോദിച്ചിട്ടുണ്ടാകും, ഈ കുട്ടി ഏതാ, ഇവനെന്താ ഇങ്ങനെ സംഭവിച്ചിരിക്കുക? ഒരുപക്ഷെ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവിടെ പ്രസിദ്ധമായ ഒരു രീതിയായിരിക്കാം ഈ കുളത്തിലേക്ക് ഇറങ്ങി ചാടുക. മാലാഖ വരും, അങ്ങനെ എടുത്തു ചാടുക, അവർക്ക് സൗഖ്യം കിട്ടും. ആ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തു അവിടെ ചെല്ലുന്നതും അവനെ സുഖപ്പെടുത്തുന്നതും. നമുക്കറിയാം, അങ്ങനെ സുഖപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെയാണ്. ഇത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കാനായിലെ കല്യാണം വരെ നമ്മൾ കാണുകയാണ്. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. കർത്താവിൻ്റെ സമയമാകുമ്പോഴാണ് ചില അവസരങ്ങളിൽ അവൻ ഇറങ്ങി വരിക, നമ്മളെ സുഖപ്പെടുത്തുക, നമുക്ക് അഭിഷേകം നൽകുക. ഒന്ന് കാത്തിരിക്കാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടെന്നുണ്ടെങ്കിൽ തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകും. മറ്റൊരു ശൈലി നമ്മൾ കാണുകയാണ്, ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സുഖപ്പെടുത്തി എന്നുള്ളതാണ്. ഏഴാമത്തെ ശൈലി അതാണ്, ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അത് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ മനസ്സിലാക്കണം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം അതിപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുക. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. രക്തസ്രാവക്കാരിയായ സ്ത്രീ, അനേകായിരങ്ങളാണ് ക്രിസ്തുവിനെ തട്ടിമുട്ടിയും കടന്നുപോയത്. ഈശോ പറയുന്നുണ്ട്, ആരെന്നെ സ്പർശിച്ചു? ആരാണ് എന്നെ സ്പർശിച്ചത്? ശിഷ്യന്മാർക്ക് തന്നെ അത്ഭുതമായി. എത്ര പേര് തമ്പുരാനെ തട്ടിമുട്ടിയും കടന്നു പോവുക. എന്തുകൊണ്ടാണ് ഗുരു ഇങ്ങനെ ചോദിക്കുന്നത്, ആരാണ് എന്നെ സ്പർശിച്ചതെന്ന്? കാരണം അവൻ പറയുന്നുണ്ട്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. രക്തസ്രാവക്കാരിയായ സ്ത്രീ ആ വിശ്വാസം ഏറ്റുപറയുകയാണ്, തമ്പുരാനെ, ഞാനാണ് നിന്നെ സ്പർശിച്ചത്. അവൾ വിശ്വാസപൂർവ്വം തമ്പുരാനെ സ്പർശിച്ചപ്പോൾ, അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചപ്പോൾ ശക്തി പുറപ്പെട്ട് അവൾക്ക് സൗഖ്യം കിട്ടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു പെൺകുട്ടി പറയുകയുണ്ടായി, ഒരു ദിവസം രാവിലെ ദേവാലയത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പക്ഷെ മരുന്ന് കഴിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിയപ്പോൾ മരുന്നില്ല, മരുന്ന് തീർന്നുപോയി. വിഷമമായി. ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ പ്രശ്നങ്ങളുണ്ടാകും. ഒന്നെങ്കിൽ മരുന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകണം. അവൾ തീരുമാനിച്ച്, ഞാൻ ദേവാലയത്തിൽ പോവുകയാണ്. ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവൾ പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, എനിക്കറിയാം അനേകം വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്ന മരുന്നാണ്, ഇന്ന് ഞാനത് കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ ഈ ദിവ്യകാനം സ്വീകരിക്കുമ്പോൾ ഏറ്റവും വലിയ ഔഷധമാണ് നിൻ്റെ ശരീരം. ഈ ദിവ്യകാനം ഞാൻ ഏറ്റുപറയുകയാണ്. തമ്പുരാനെ, നിനക്ക് സാധിക്കുമെങ്കിൽ എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അനേക വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ രോഗം അന്ന് മുതൽ പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവൾ മരുന്ന് കഴിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. നീ ദിവ്യകാനം സ്വീകരിക്കാൻ പോകുമ്പോൾ, ആരാധന മണിക്കൂറിലിരിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തമ്പുരാനിൽ നിന്നും ശക്തി പുറപ്പെടും. ഈ ശക്തി നിന്നെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തും. ഈ ഒരു വിശ്വാസം നിനക്ക് വേണം. വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ എൻ്റെ തമ്പുരാൻ എന്നെ സുഖപ്പെടുത്തുന്ന അവൾക്ക് ബോധ്യമുണ്ടായിരുന്നുകൊണ്ടാണ് അവൾ സ്പർശിച്ചത്. ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെടുന്ന നിമിഷങ്ങൾ, അത് വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. നമുക്കത് അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീക്കുണ്ടായിരുന്ന പോലെ വിശ്വാസം. ഈ ജനങ്ങൾ അവനെ തിക്കിക്കൂടി കടന്നു പോകുമ്പോഴും അവർ വിശ്വാസത്തോടെ സ്പർശിച്ചു. പത്രോസും പൗലോസൊക്കെ നടന്നു പോകുമ്പോൾ ജനങ്ങൾ അവരെ നിഴലിൽ പോലും സ്പർശിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയുക. കർത്താവിൻ്റെ ഈ 7 ശൈലികളെ ഒന്ന് മനസ്സിലാക്കിയാൽ, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ഈ വ്യത്യസ്തമായ മാർഗങ്ങൾ കൂടുതൽ അഭിഷേകം നൽകും. കർത്താവ് കൈകൾ വെച്ച് സുഖപ്പെടുത്തി നമുക്ക് അനേകരെ സുഖപ്പെടുത്താൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ബോധ്യം വേണം. അഭിഷിക്തരെ കൊണ്ട് നമ്മുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും. ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കട്ടെ. ക്രിസ്തു ആജ്ഞാപിക്കുമ്പോൾ പിശാചുക്കൾ പോലും ഓടി ഒളിക്കുക, പിശാചുക്കൾ പോലും ശക്തിയോടുകൂടി ആ വ്യക്തിയിൽ നിന്നും മാറ്റപ്പെടുക, നിർവീര്യമാക്കപ്പെടുന്ന ആ കാഴ്ചകൾ നമുക്കൊരു ബോധ്യം നൽകട്ടെ. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനുള്ള അഭിഷേകം നമുക്ക് ലഭിക്കുമെന്നാണ്. നമുക്ക് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഒരു പുതിയ ഉണർവ്, ഉന്മേഷവും എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സന്ധിബന്ധങ്ങളിലും മധ്യയിലേക്ക് തുളച്ച് കയറി നമ്മുടെ വികാരങ്ങളെ അറിയുന്ന തമ്പുരാൻ്റെ വചനം അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വചനമായ തമ്പുരാനെ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ, ഈ നിമിഷം സൗഖ്യത്തിൻ്റെ കരം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ, ഞാനായിരിക്കുന്ന സമസ്ത മേഖലകളുടെ മേൽ നീട്ടണമേ.
എനിക്ക് വേണ്ട വിടുതലും അഭിഷേകവും സൗഖ്യവും തമ്പുരാനെ നീ എനിക്ക് നൽകണമേ. ഞാൻ നിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറയുന്നു. നീ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന എല്ലാ ആത്മീയവും ശാരീരികവും മാനസികമായ രോഗപീഠകൾ ഇനിന്നും പൂർണ്ണമായിട്ടും നിശേഷം നിർവീര്യമാക്കപ്പെടുവാൻ തമ്പുരാനെ അഭിഷിക്തകരം എൻ്റെ മേൽ നീട്ടണമേ. എന്നെ സുഖപ്പെടുന്ന കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഓ പരിശുദ്ധ അമ്മേ, നിൻ്റെ തിരുക്കുമാരനോട് വചനമയച്ച് സുഖപ്പെടുത്തുവാൻ, തിരുക്കുമാരൻ്റെ തിരുത്തുമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.